ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീട്ടിൽ എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കടയിൽ നിന്ന് നെയ്യ് വാങ്ങാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, അധികം ചിലവൊന്നുമില്ല. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പാല് തിളപ്പിച്ച് ഒന്ന് തണുത്ത് വരുമ്പോൾ അതിൻ്റെ മേലെ കട്ടിയുള്ള പാട, ആ ക്രീം ഒന്നെടുത്ത് നമ്മൾ മാറ്റി സൂക്ഷിച്ച് വയ്ക്കുക. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമ്മൾക്കത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കണം. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ പാല് തിളപ്പിച്ച് അതിൻ്റെ ക്രീം എടുത്ത് മാറ്റി സൂക്ഷിച്ച് വയ്ക്കണം. ഞാനിവിടെ 2 ആഴ്ച സ്റ്റോർ ചെയ്ത് വെച്ച ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഓരോ ദിവസം 1 ലിറ്റർ പാലാണ് തിളപ്പിച്ച് അതിൻ്റെ ക്രീം എടുത്ത് മാറ്റുന്നത്. അത് നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. 2 ആഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ലേ. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച ക്രീം നമുക്ക് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഈ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊണ്ടിരിക്കണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പണി. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ അടിയിൽ അത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയില്ല. നന്നായി ഇളക്കി അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് ആ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരേക്കും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കളറൊക്കെ മാറി കുറച്ച് ടൈം എടുക്കും. അത് നന്നായി ഇളക്കി അതിൻ്റെ കളറൊക്കെ മാറി നല്ല നെയ്യൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നവരേക്കും നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി തെളിഞ്ഞ് വരുമ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി നല്ല നെയ്യൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്ത് വരുമ്പോൾ നമുക്കത് ഒരു നല്ലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് യൂസ് ചെയ്യാം. വളരെ എളുപ്പമാണത്. പലർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടാവും. അല്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.